സ്മാർട്ട് ഫോൺ എന്ന കാറ്റഗറിയിൽ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കി നടക്കുന്ന ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ് 20,000 രൂപ മുതൽ 30,000 രൂപയ്ക്ക് ഇടയ്ക്കുള്ള നല്ല ഫോണുകൾ. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള 9 ഓഫറുകളാണ് നോക്കുന്നത്. ഇത് ആമസോണും ഉണ്ട്, ഫ്ലിപ്കാർട്ടും ഉണ്ട്. ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഓഫേഴ്സ് ആണ്. ഐപാഡുകളുടെയൊക്കെ ഓഫേഴ്സ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ കാണാം. ഇത് സ്മാർട്ട് ഫോൺസ് മാത്രമാണ്. സോ ഞാൻ പ്രൈസിന്റെ ഓർഡറിൽ പോകാം. 30,000 തുടങ്ങി 20,000 പോകാം. ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് iQ Neo 10 5G. ഇത് 29,999 രൂപയ്ക്കാണ് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് 7550 mAh വലിയ ബാറ്ററി വിത്ത് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ട്, എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ല. സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ഉള്ള ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ക്യാമറാസ്, 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ക്യാമറാസ് ഉള്ള 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ iQ Neo 10 എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള ഫോണാണ്. അടുത്തത് നിങ്ങളൊരു പക്ക സാംസങ് ഫാനാണ്, നിങ്ങൾക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫീച്ചേഴ്സ് ഒക്കെ ഒരു ബഡ്ജറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S24 FE ഫാൻ എഡിഷൻ ആസ് യൂഷ്വൽ 30,000 റുപ്പീസ് താഴെ 29,999 റുപ്പീസിന് വന്നിട്ടുണ്ട്. ക്യാമറ സാംസങ്ങിൻ്റെ ആ ഒരു പഞ്ചി വിവിഡ് ആയിട്ടുള്ള പെർഫോമൻസിലാണ്. 50 MP പ്ലസ് 8 MP പ്ലസ് 12 MP 4700 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ 120 ഹെർട്സിൻ്റെ ആ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ, വിഷൻ ബൂസ്റ്റർ ഒക്കെ ഉള്ളതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ് Exynos 2400E ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാംസങ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാം. പക്ഷേ എനിക്കൊരു യഥാർത്ഥ വാല്യൂ ഫോർ മണി, കൊടുക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു iQ Neo 10 ഇല്ലേ, അതേപോലെ തന്നെയുള്ള സ്പെസിഫിക്കേഷനുള്ള വേറൊരു ഫോണാണ് പോക്കോ F7 5G. പോക്കോ F7 5Gയും 7550 mAh ബാറ്ററി ഉള്ള 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മെറ്റാലിക് ഫ്രെയിംസ് ഉള്ള ഗ്ലാസ് ബാക്ക് ഉള്ള, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടുനോക്കാം. പെർഫോമൻസ് വൈസ് സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. ആകെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ക്യാമറയാണ്. ഒരൊറ്റ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണുള്ളത്. സോ ദിസ് ഇസ് ഓൺലി ഫോർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആൾക്കാർ, വാല്യൂ ഫോർ മണി പെർഫോമൻസ് നോക്കുന്നവർക്കുള്ള ഒരു നല്ല ഫോണാണിത്. ഇത് 28,999 റുപ്പീസിനാണ് ഓഫറിൽ വന്നിരിക്കുന്നത്. അടുത്ത ഫോൺ ഞാൻ കുറേ നാൾക്ക് ശേഷം ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു OnePlusൻ്റെ ഫോണാണ് OnePlus Nord 5. OnePlus Nord 5 144 FPS നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. മുന്നിലും പുറകിലും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റ് ഉള്ള 6800 mAh ബാറ്ററി ഉള്ള. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഹാപ്റ്റിക്സ് ഈസ് സോ ഗുഡ് ആൻഡ് ദി UI ഓൾസോ നല്ലൊരു ഒഴുകുന്ന പോലത്തെ UI ആണ് OnePlus Nord 5 വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 28,749 റുപ്പീസിനാണ് ഓഫർ പ്രൈസിൽ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ നൈസ് ഫോൺ. ഇനി ലേശം കുറച്ചുകൂടെ താഴെ പോയാൽ അണ്ടർ 25 കാറ്റഗറി എന്ന് നോക്കുവാണെങ്കിൽ നമുക്കുള്ള ഒരു നല്ല ഫോൺ എന്ന് പറയുന്നത് ഗെയിമേഴ്സിന് കേട്ടോ. ഗെയിമേഴ്സിനുള്ളൊരു നല്ല ഫോൺ എന്ന് പറയുന്നത് Oppo K13 Turbo ആണ്. Oppo K13 Turbo ഓർമ്മയുണ്ടാവും. Oppo K13 Turbo Pro 2 ഫോണും നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായി. നമ്മൾ ഫാനുള്ള ആ ഒരു ഫോൺ എന്ന് പറഞ്ഞിട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഫാനൊന്നും പറ്റില്ല. സോ അതിൽ K13 പ്രോയിനേക്കാളും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി K13 ആയിരുന്നു എന്ന് അന്നേ പറഞ്ഞു. ഇപ്പോൾ അത് 24,999 റുപ്പീസിന് വന്നിട്ടുണ്ട്. സോ ഗെയിമിങ്ങിന് ഒരു കുഴപ്പമില്ല. Dimensity 8450 അൾട്രാ ചിപ്പാണ്. ക്യാമറാസ് 50 മെഗാ പിക്സൽ ഒറ്റ ക്യാമറയാണ് വരുന്നത്. പക്ഷേ 7000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ചാർജിങ് ഒക്കെ ഉണ്ട്. സോ ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ട് 25,000 താഴെയെങ്കിൽ, സ്നാപ്ഡ്രാഗൺ അല്ല മീഡിയാടെക്കിലാണെങ്കിൽ ദിസ് ക്യാൻ ബി കൺസിഡേർഡ്. ആൻഡ് ആ ഒരു ഗെയിമിംഗ് വൈബ്, ഫങ്കി വൈബൊക്കെ ഉണ്ട്. ലൈറ്റ് വരുന്നത് പ്രോ വേരിയൻറ്റിലാണ്. ഇതിൽ ലൈറ്റ് ഇല്ല, ബട്ട് ഫാന് മാത്രമേ ഉള്ളൂ. എന്നാൽ 25,000 റുപ്പീസിന് എനിക്കൊരു ഓൾറൗണ്ടർ ഫോൺ വേണം. പെർഫോമൻസും ക്യാമറയും ബാറ്ററി ഡിസൈനും എല്ലാം ഉള്ളൊരു നല്ല ഫോൺ വേണമെങ്കിൽ മോട്ടറോള എഡ്ജ് 60 Pro നോക്കാവുന്നതാണ്. 3 ക്യാമറാസ് ഉണ്ട്. 50 MP പ്രൈമറി ക്യാമറ, 3x ടെലിഫോട്ടോ ക്യാമറ 10 മെഗാ പിക്സലിൻ്റെ, പിന്നെ ഒരു 50 MP അൾട്രാ വൈഡ് ക്യാമറ, അത് തന്നെ മാക്രോ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഒരു വെർസറ്റൈൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ആൻഡ് 6000 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ചാർജിങ്, എനിക്ക് തോന്നുന്നു വയർലെസ് ചാർജിങ്ങും ഇതിനകത്തുണ്ട്. 120 ഹെർട്സിൻ്റെ POLED ഡിസ്പ്ലേ കൂടെ. Dimensity 8350 അൾട്ര എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഈ ഫോണിനകത്ത് ആകെ ഒരു എന്താ പറയുക, ആൾക്കാർ എടുക്കാൻ മടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സർവീസാണ്. മോട്ടോയുടെ സർവീസ് ചില സ്ഥലങ്ങളിൽ നല്ലതാണ്, ചില സ്ഥലങ്ങളിൽ പ്രശ്നം പറയുന്നുണ്ട്. സോ സർവീസ് എന്നുള്ള കാര്യം മൈൻഡിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഫോർ ദ പ്രൈസ് 24,999 റുപ്പീസ് ഇറ്റ് ഈസ് എ വർത്ത് ഫോൺ. ഇനി സർവീസും ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ എങ്കിൽ Vivo T4 Pro കൺസിഡർ ചെയ്യാം. കാരണം 3x പെരിസ്കോപ്പ് ലെൻസ് ഉള്ള IP68 69 റേറ്റിംഗ് ഉള്ള സ്നാപ്ഡ്രാഗൺ 7 Gen 4 വരുന്ന
ക്വാഡ് കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ലിം ആയിട്ടുള്ള ഫോണാണിത്. അത്യാവശ്യം വിവോയുടെ ക്യാമറ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രോസസ്സിംഗ് ആയിക്കോട്ടെ എല്ലാം നല്ല തന്നെയാണ്. ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ക്യാമറ ആയിക്കോട്ടെ ആൻഡ് സർവീസും വിവോയുടെ അത്യാവശ്യം നല്ല തന്നെയാണ്. ഇത് 25,499 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതും കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് സാംസങ് A55 ആണ്. സാംസങ് A55 പൊതുവേ A സീരീസ് ഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും. ഫോണിനൊരു കുഴപ്പമില്ല, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണായിരിക്കും. ഗ്ലാസ് ബാക്ക്, ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഡിസ്പ്ലേ, പഞ്ച് ഹോൾ ക്യാമറ. ആ ഒരു പ്രൈസിന് ഇറങ്ങുന്ന സമയത്ത് പ്രൈസ് ഭയങ്കര കൂടുതൽ. ഇപ്പോൾ 23,999 റുപ്പീസിന് വന്നിട്ടുണ്ട്. അതിനോ എക്സിനോസ് 1480 ചിപ്സെറ്റ് ആണെങ്കിലും ഫോൺ ഓവറോൾ ഇസ് എ ഗുഡ് ഡീൽ. ബട്ട് അഗൈൻ ഐ വുഡ് സേ 23,999 റുപ്പീസ് കൊടുത്ത് A55 വാങ്ങുന്നതിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആവുന്നത് S24 FE വാങ്ങുന്നതാണ്. സോ യു ക്യാൻ സി ഇഫ് യു ക്യാൻ എക്സ്റ്റെൻഡ് ഒരു 8,000 റുപ്പീസും കൂടി ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ S24 FE മേടിക്കാം, അല്ലെങ്കിൽ A55 നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ കുറച്ച് താഴെയുള്ള ബഡ്ജറ്റിൽ നോക്കുവാണെങ്കിൽ OnePlus തന്നെ നോഡ് 5 നമ്മൾ കണ്ടു, അതേപോലെ നോഡ് C5 അതും നല്ല ഫോണാണ്. നോഡ് 5 നോഡ് C5 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിലുള്ള പ്രധാന വ്യത്യാസം എന്താ പറയുക, നോഡ് 5 ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, അത്രയും നല്ലൊരു ഹാപ്റ്റിക്സ് അല്ല നോഡ് C5 പക്ഷേ UI സ്മൂത്താണ്. UI യൂസ് ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല. ക്യാമറാസ് രണ്ടിലും അത്യാവശ്യം നല്ലത് തന്നെയാണ്. ബാറ്ററി ബാക്കപ്പ് നല്ലപോലെ എത്രയാണ്, 7100 mAh ബാറ്ററി ഉണ്ട്. അമേസിങ് ബാറ്ററി ലൈഫ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 8350 ആപ്പെക്സ് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. 120 Hz AMOLED ഡിസ്പ്ലേ. ഈ ഒരു ഹാപ്റ്റിക്സിൻ്റെയും അതേപോലെ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ബുദ്ധിമുട്ടുകളാണുള്ളത്. ബട്ട് അഗെയിൻ 21,749 റുപ്പീസിനാണ് ഓഫർ വന്നിരിക്കുന്നത്. കുറേ ഫോൺസ് 19,999 പ്രൈസ് കാറ്റഗറി വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം 19,000 ബിലോ 20 ആവും. ബിലോ 20 പോകുമ്പോൾ പിന്നെ നമ്മൾ താഴെ അതിലും വാല്യൂ ഫോർ മണി ഫോണുകൾ വരും. പക്ഷേ ജസ്റ്റ് 20 കടന്നിരിക്കുന്ന ഒരു നല്ല ഫോണുണ്ട്, നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വരുന്ന നത്തിങ് ഫോൺ 3A. നത്തിങ് ഫോൺ 3A സ്നാപ്ഡ്രാഗൺ 7S Gen 3 വരുന്ന 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ടെലിഫോട്ടോക്കുള്ള 2x ടെലിഫോട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തായിരുന്നു 3A Pro ഒക്കെ കമ്പയർ ചെയ്തിട്ട്. 5000 mAh ബാറ്ററി, 50 വാട്ടിൻ്റെ ചാർജിങ്, 120 Hz AMOLED ഡിസ്പ്ലേ. ബ്ലോട്ട് വെയർ ഇല്ലാത്ത നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, നത്തിങ്ങിൻ്റെ ക്യാമറ സിഗ്നേച്ചർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇപ്പോൾ കുറച്ചുകൂടി, അത് 24,000 റുപ്പീസിനായിരുന്നല്ലോ, ഇപ്പോൾ 20,999 റുപ്പീസിൻ്റെ പ്രൈസിന് സീംസ് ടു ബി വെരി വർത്ത്. ഇതൊക്കെയാണ് 20 to 30K എൻ്റെ റെക്കമെൻഡേഷൻസ്. ഇനി ബഡ്ജറ്റ് ടാബ്ലറ്റ്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടേക്കാം. അതേപോലെ സ്മാർട്ട് വാച്ചുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇവിടെ ഇട്ടേക്കാം. സാംസങ്ങിൻ്റെ ഡീൽസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് തീരുമാനം എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.